വയറ് ഗ്യാസ് വന്ന് വീർക്കുക അല്ലെങ്കിൽ വയറ് സ്തംഭനം എന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്നാൽ നമ്മൾ ഭക്ഷണ രീതിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. വയറ് ഗ്യാസ് വന്ന് വീർക്കുക അല്ലെങ്കിൽ ബ്ലോട്ടഡ്നെസ് ഓഫ് അബ്ഡോമൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കാരണമാണ്. അതാണ് ഒന്നാമത്തെ കാരണം. അതായത് ദഹനത്തിൽ ഉണ്ടാവുന്ന കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ബ്ലോട്ടഡ്നെസ് ഓഫ് അബ്ഡോമൻ ഫീൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിക്കുക. അതായത് കഴിക്കുന്നത് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ വായു ഉള്ളിലോട്ട് ചെല്ലുകയും അതുപോലെ അതെന്ത് ചെയ്യും, ഒരു ബ്ലോട്ടഡ്നെസ് ഓഫ് അബ്ഡോമനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ തേർഡ് എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ആണ്. അതായത് മലബന്ധം ഉള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ മലബന്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ബ്ലോട്ടഡ്നെസ് ഫീൽ ചെയ്യും. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസമാണ്. അതായത് കൂടുതൽ പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്കിതുപോലെ നമ്മുടെ വയറ് സ്തംഭനം ഉണ്ടാവുന്നതുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കുറവ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുറവ്. ഈ വെള്ളത്തിൻ്റെ കുറവ് മൂലം ദഹനം നടക്കാതിരിക്കുകയും മലബന്ധം ഉണ്ടാവുകയും അതുപോലെ നമുക്ക് ഈ വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഇതിൻ്റെ എല്ലാം പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇളം ചൂടുവെള്ളം കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ദാഹിക്കുമ്പോൾ ഇളം ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. ഇത് ദഹനത്തെ ഒന്നുകൂടെ ബെറ്റർ ആക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചിൻ്റെ യൂസ്. അതായത് ചായ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ അത് ഇഞ്ചിയിട്ട ചായ അങ്ങനെ എന്തെങ്കിലും കുടിക്കുമ്പോൾ നമുക്കിതുപോലെ വയറിലുണ്ടാവുന്ന വീർപ്പ്, അതായത് ബ്ലോട്ടഡ്നെസ് ഓഫ് അബ്ഡോമൻ കുറയാൻ ചാൻസ് ആണ്. പിന്നെ പറയുന്നതാണ് ജീരകവെള്ളം കുടിക്കുന്നത്. ഇങ്ങനെ ജീരകവെള്ളത്തിൻ്റെ ഉപയോഗം നമ്മുടെ വയറിലുണ്ടാവുന്ന ബാക്കിയുള്ള ഇറിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം കുറയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ലഘുവായിട്ടുണ്ടാവുന്ന വ്യായാമങ്ങളാണ്. അതായത് ഭക്ഷണം കഴിച്ച ഉടനെ എന്തെങ്കിലും യോഗ പോസുകൾ, അതായത് വജ്രാസനം പോലുള്ള എന്തെങ്കിലും പോസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള നടത്തോ അങ്ങനെ എന്തെങ്കിലും ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. അതായത് കഴിക്കുമ്പോൾ ഭക്ഷണത്തെ ശ്രദ്ധിക്കുകയും അത് നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുകയും സാവധാനത്തിൽ കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇനി എന്തൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. കൂടുതലായിട്ട് ദഹനത്തെ പ്രോപ്പർ ആക്കുന്ന ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി പോലുള്ള സാധനങ്ങൾ. ഇവ ദഹനത്തെ പ്രോപ്പർ ആക്കുകയും ഡൈജഷൻ കറക്റ്റായിട്ട് നടത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ജീരകവെള്ളം എന്ന് പറയുന്നത്. ജീരകവെള്ളമോ മോരുവെള്ളമോ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം ഇവ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ബെറ്റർ ആക്കും നമ്മുടെ ഡൈജഷൻ. അതുപോലെ തന്നെ മോര് കുടിക്കുമ്പോൾ അതിലെന്തെങ്കിലും കായോ അല്ലെങ്കിൽ ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് കഴിക്കുന്നതും ബെറ്ററാണ്. ഇനി പഴവർഗ്ഗങ്ങളിൽ നമ്മൾ പപ്പായ, പഴം എന്നിവ നമ്മുടെ ദഹനത്തെ കുറച്ചുകൂടെ പ്രോപ്പർ ആക്കുന്നു. അതുപോലെ തന്നെയാണ് നാരുള്ള ഫുഡുകൾ, ഓട്സ് എന്നിവയെല്ലാം നമ്മൾ കൂടുതൽ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കുക. ദിവസം ഒരു 8 അല്ലെങ്കിൽ ഒരു 10 ഗ്ലാസ് വെള്ളം സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കേണ്ടതാണ്. ഇവ ദഹനത്തെ പ്രോപ്പർ ആക്കുകയും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. എന്തെല്ലാമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് നോക്കുമ്പോഴാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതായത് കാച്ചിൽ, ചേമ്പ്, ചേന എന്നിപോലുള്ള എന്ത് ചെയ്യുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ പാടെ ഒഴിവാക്കുക. പിന്നീടുള്ളതാണ് പയറ് വർഗ്ഗങ്ങൾ, കടല, പരിപ്പ് എന്നീ വർഗ്ഗങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ പലർക്കും പരിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെയുള്ളവരിൽ എന്ത് ചെയ്യുക, കുറഞ്ഞ അളവിൽ ഇവ നന്നായിട്ട് വേവിച്ചിട്ട് ഒരു കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക. പിന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ് കോളിഫ്ലവർ അല്ലെങ്കിൽ ക്യാബേജ് പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഒഴിവാക്കണം. മറ്റൊരു ചിലരിലാണ് പാലുൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വയറ് സ്തംഭനവും ബ്ലോട്ടഡ്നെസ്സും ഫീൽ ചെയ്യും. അതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ഇവ പറ്റേ ഒഴിവാക്കേണ്ടത്. നമുക്ക് ഗ്യാസ് ട്രബിൾസിൻ്റെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്, സോഡ പോലുള്ള കാര്യങ്ങൾ തീരെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇവയെല്ലാം മനസ്സിലാക്കി നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ആയിട്ട് ഫിക്സ് ആക്കണം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ ജീരകവെള്ളം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ രാവിലെ എന്തെങ്കിലും കൂടുതലായിട്ട് ആവിയിൽ വേവിച്ച മൃദുവായിട്ടുള്ള എന്തെങ്കിലും ഇഡ്ഡലിയോ അല്ലെങ്കിൽ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അതും പരിപ്പിൻ്റെ അളവ് കുറച്ചുള്ള അങ്ങനത്തെ ഫുഡുകളെല്ലാം, കടല എന്നിവയെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഫുഡുകൾ രാവിലെ കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും
ചോറിൻ്റെ അളവ് ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അതുപോലെ തന്നെ തോരൻ, മോര് എന്നിവയെല്ലാം കൂടുതലായിട്ട് ഇൻക്ലൂഡഡ് ആക്കുക. പിന്നെ ഈവനിങ്ങിലാണെങ്കിൽ ചായ കുടിക്കുമ്പോൾ അതിൽ ഇഞ്ചിയിട്ട് എന്തെങ്കിലും ഇഞ്ചി ചായ പോലുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ എന്തെങ്കിലും ലഘുഭക്ഷണം, അതായത് വറുത്തതായിട്ടുള്ള ഒഴിവാക്കിയിട്ട് ആവിയിൽ വേവിച്ച എന്തെങ്കിലും ലഘുഭക്ഷണങ്ങൾ കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ രാത്രിയിൽ എന്തെങ്കിലും കഞ്ഞി അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തി എന്നിവ കഴിക്കണം. ഇത് നമ്മൾ നേരത്തെ കഴിക്കണം. രാത്രിയിലുള്ള ഫുഡ് കുറച്ചുകൂടെ നേരത്തെ കഴിച്ച്, അതായത് കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ബ്ലോട്ടഡ്നെസ് അല്ലെങ്കിൽ ഒരു വയറുസ്തംഭനമുള്ള പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത് പറയുന്നത് 3 ടിപ്പ് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ഈ 3 ടിപ്പുകൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് വണ്ണ് നമ്മൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് ചവച്ചരച്ച് കഴിക്കുക. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിക്കാതെ ഫുഡ് എന്ത് ചെയ്യും, ഓവറായിട്ട് വയറ് നിറയാതെ അതിന് തൊട്ട് മുന്നേ വെച്ചിട്ട് വയറ് നിർത്തുക. പിന്നീട് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കിടക്കാതെ എന്തെങ്കിലും ലഘുവായിട്ടുള്ള വ്യായാമങ്ങളും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ചെറുതായിട്ട് എന്തെങ്കിലും നടക്കുകയോ കാര്യങ്ങൾ ചെയ്യണം. അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ ശേഷം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കിടക്കാവൂ. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.